ആർച്ച് ബിഷപ്പ് കാവുകാട്ട് സെൻട്രൽ ലൈബ്രറിയുടെ അക്കാഡമിക് പോർട്ടൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. അക്കാഡമിക് പോർട്ടൽ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള അക്കാഡമിക് ഇൻഫർമേഷൻ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭ്യമാകുന്നതിനെയാണ് അക്കാഡമിക് പോർട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈബ്രറിയുടെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ പോർട്ടലാണ് അസംഷൻ ലൈബ്രറി പോർട്ടൽ. ഇത് assumptionportal.com എന്ന വെബ് അഡ്രസ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ലൈബ്രറിയുടെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ അക്കാഡമിക് പോർട്ടൽ. ഇവിടെ വിവിധങ്ങളായ ഇൻഫർമേഷൻ ഒരു സിംഗിൾ വെബ്സൈറ്റിലൂടെ, സിംഗിൾ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. എക്സ്പ്ലോർ എന്നുള്ള സെക്ഷനിൽ ലൈബ്രറിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ലൈബ്രറിയുടെ ഹിസ്റ്ററി, വിഷൻ ആൻഡ് മിഷൻ. തുടർന്ന് യൂസിങ് ദ ലൈബ്രറി എന്ന സെക്ഷനിൽ ലൈബ്രറിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലൈബ്രറി എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്നതിന് നമ്മളെ സഹായിക്കുന്ന ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ അവസാനത്തിൽ ബെസ്റ്റ് ലൈബ്രറി യൂസർ അവാർഡ് ലഭിച്ചവരുടെ ലിസ്റ്റും നമ്മൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് ലൈബ്രറി കളക്ഷൻസിൻ്റെ ഇൻഫർമേഷനാണ് അവിടെയുള്ളത്. തുടർന്ന് ലൈബ്രറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും സർവീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, തുടർന്ന് ലൈബ്രറി സ്റ്റാഫിനെ കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. പിന്നീടുള്ളത് ഓപ്പൺ ആക്സസ് ബുക്സ് ആണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് റീഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ലഭ്യമാകുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ലിങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ലൈബ്രറി. ഇവിടെ വിവിധ സബ്ജക്റ്റുകളിലുള്ള 983 ഓപ്പൺ ടെക്സ്റ്റ് ബുക്സ് ഈ ഒരൊറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകും. സബ്ജക്റ്റുകൾ അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് അവിടെ പോകാവുന്നതാണ്. PDF സെർച്ച് എഞ്ചിൻ. ഇവിടെ 51,27,27,964 ഫ്രീ PDF ബുക്സ് ആൻഡ് ഫയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോണിക് ബുക്സ് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന മറ്റ് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓരോ ലിങ്കിലൂടെയും നിങ്ങൾക്കതിൻ്റെ ഒറിജിനൽ സോഴ്സിലേക്ക് പോയി അവിടെ ലഭ്യമായിട്ടുള്ള ബുക്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഓപ്പൺ ആക്സസ് ജേർണൽസ് ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാവുന്ന ജേർണൽസ് അവയുടെ വിഷയത്തിൻ്റെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ബോട്ടണി എന്നുള്ള സബ്ജക്റ്റിലുള്ള ജേർണൽസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഓരോ ജേർണലിലേക്കുള്ള ലിങ്കുകളാണ്. ഉദാഹരണത്തിന് ബൊട്ടാണിക്കൽ സ്റ്റഡീസ്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ഈ ജേർണലിലുള്ള ആർട്ടിക്കിൾസ് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും റീഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ മറ്റ് സബ്ജക്റ്റുകളിലുള്ള ജേർണലുകളും ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകും. റിപ്പോസിറ്ററി എന്ന ഭാഗത്ത് നമ്മുടെ കോളേജിലെ അധ്യാപകരുടെ PhD തീസിസുകളും പ്രോജക്റ്റ് റിപ്പോർട്ടുകളുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ തീസിസ് എന്ന സെക്ഷൻ വിവിധ യൂണിവേഴ്സിറ്റികൾ, ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന PhD തീസിസുകൾ അവൈലബിൾ ആയിട്ടുള്ള റിപ്പോസിറ്ററികളിലേക്കുള്ള ലിങ്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് MG യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തീസിസുകൾ നമുക്ക് MGU തീസിസ് എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിൽ നിന്ന് ലഭ്യമാണ്. അവിടെ സബ്ജക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ സബ്ജക്റ്റിലുള്ള MG യൂണിവേഴ്സിറ്റിയിൽ, അഹമ്മദ് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന തീസിസുകൾ ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ തീസിസ് നമുക്ക് പൂർണ്ണമായി വായിക്കാനായിട്ട് സാധിക്കും.
ക്വസ്റ്റ്യൻ ബാങ്ക്. നമ്മുടെ കോളേജിലെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക, സെമസ്റ്റർ സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇയർ സെലക്ട് ചെയ്യുക. വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ വിഷയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് സെക്ഷനിൽ ലൈബ്രറി മെമ്പർഷിപ്പ് ഫോം, അതുപോലെ തന്നെ ബുക്ക് സജഷൻ ഫോം, അങ്ങനെയുള്ള ഫോംസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. കോൺടാക്റ്റ് അസ് എന്നുള്ള ഭാഗത്ത് ലൈബ്രറിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ഒപ്പാക് എന്നുള്ള സെക്ഷനിൽ ലൈബ്രറിയുടെ കാറ്റലോഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഗവൺമെൻറ് ഡേറ്റ, ഇവിടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകളാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ഗവൺമെൻറ് ഡേറ്റ പ്ലാറ്റ്ഫോം ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. data.gov.in എന്നുള്ള വെബ് അഡ്രസ്സിലൂടെ നമുക്കത് ലഭ്യമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിവിധ സേവനങ്ങളെയും പദ്ധതികളെയും കുറിച്ച് സമഗ്രമായ വിവരം നമുക്ക് ലഭിക്കുന്ന ഒരു പോർട്ടലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ പോർട്ടലുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓഫീസുകളുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. കരിയർ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭ്യമാകുന്ന വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഓപ്പൺ ഓൺലൈൻ റിസോഴ്സസ്, അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാക്കുന്ന വിവിധ പ്ലാറ്റ്ഫോമിലേക്കുള്ള ലിങ്കുകൾ കൊടുത്തിരിക്കുന്നു. ന്യൂസ് പേപ്പേഴ്സിൻ്റെ ലിങ്കുകളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അക്കാഡമിക് സെർച്ച് എഞ്ചിൻസ്, നമ്മൾ സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. പക്ഷേ എക്സ്ക്ലൂസീവായിട്ട് അക്കാഡമിക് ഇൻഫർമേഷൻസ് മാത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ അക്കാഡമിക് സെർച്ച് എഞ്ചിൻസിലൂടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള വിവിധ അക്കാഡമിക് സെർച്ച് എഞ്ചിൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലേക്കുള്ള ലിങ്കുകൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. കോളേജ് വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക്, ഡിജിറ്റൽ ലൈബ്രറി, വിവിധ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിജിറ്റൽ ലൈബ്രറിയിലേക്കുള്ള ലിങ്ക്സ് അവിടെ നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് ഓരോ ഡിജിറ്റൽ ലൈബ്രറിയിലേക്കും പോയി അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓഡിയോ ബുക്സിൻ്റെ റെപ്പോസിറ്ററികളാണിത്. COVID-19 ഇൻഫോ, COVID-19 പാൻഡമിക്കിനെ കുറിച്ചുള്ള ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്ന സോഴ്സുകളിലേക്കുള്ള ലിങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലിങ്കിൽ നിന്നും നമുക്ക് ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള COVID-19 ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. കോഴ്സ് കണ്ടൻറ്റ്സ്, നമ്മൾ പഠിക്കുന്ന വിവിധ വിഷയങ്ങളിലുള്ള കോഴ്സ് ഡീറ്റെയിൽസ്, അതിൻ്റെ അക്കാഡമിക് കണ്ടൻറ്റ് നമുക്കിവിടെ നിന്ന് ലഭിക്കും. ഉദാഹരണത്തിന് ഈ PG പാഠശാല, PG ലെവലിലുള്ള കോഴ്സുകളുടെ ഓരോ മോഡ്യൂളിൻ്റെയും ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്ലാസ് നോട്ട്സ് നമുക്ക് ലഭിക്കുന്ന ഒരു സെക്ഷനാണ് ഈ PG പാഠശാല. ഉദാഹരണത്തിന് ഹോം സയൻസ് എന്നുള്ള സബ്ജക്റ്റിൽ അതിൻ്റെ പേപ്പർ സെലക്ട് ചെയ്യുക, ആ പേപ്പറിലുള്ള മോഡ്യൂൾ സെലക്ട് ചെയ്യുക, അവിടെ ആ മോഡ്യൂളിൻ്റെ ക്ലാസ് നോട്ട്സ് നമുക്ക് ലഭ്യമാണ്. ആ മോഡ്യൂളിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ലേൺ മോർ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ലഭിക്കും. സെൽഫ് ലേണിംഗ് എന്ന സെഷനിൽ അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയലും നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ വിവിധ സബ്ജക്ട്സിലുള്ള ക്ലാസ് നോട്ട്സ് നമുക്ക് ഈ PG പാഠശാല എന്നുള്ള ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കും. ഇതുപോലെ കോഴ്സ് കണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺഎക്സ് വീഡിയോ റിസോഴ്സസ്, അക്കാഡമിക് കണ്ടൻ്റ് ഉള്ള വീഡിയോസ് ലഭിക്കുന്ന വെബ്സൈറ്റുകളാണിത്. എൻസൈക്ലോപീഡിയാസ്, വിവിധ സബ്ജക്ട്സിലുള്ള എൻസൈക്ലോപീഡിയാസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. ആർട്ടിക്കിൾ ഇൻഡെക്സ് ഓഫ് പീരിയോഡിക്കൽസ്, അതായത് നമ്മുടെ ലൈബ്രറിയിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ജേർണലുകൾ ഒഴികെയുള്ള പീരിയോഡിക്കലുകളുടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അത് ആദ്യമേ സബ്ജക്റ്റ് ലിസ്റ്റ് ചെയ്യും, ആ സബ്ജക്റ്റിലുള്ള ആർട്ടിക്കിളുകളുടെ ടൈറ്റിൽ ലിസ്റ്റ് ചെയ്യും, അതിൻ്റെ ഓതേഴ്സ് ആരാണെന്ന് ലിസ്റ്റ് ചെയ്യും, അത് ഏത്
പീരിയോഡിക്കലിലാണ് അത് ലഭ്യമായിരിക്കുന്നതെന്ന് ലിസ്റ്റ് ചെയ്യും. തുടർന്ന് അതിൻ്റെ ഏത് ഇഷ്യൂ എത്രാമത്തെ പേജിൽ ആണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാണ്. ന്യൂ അറൈവൽസിൻ്റെ സെക്ഷൻ, ലൈബ്രറിയെ കുറിച്ചുള്ള ന്യൂസ് ആൻഡ് ഇവൻറ്റ്സിൻ്റെ സെക്ഷൻ, പ്രധാനപ്പെട്ട ലിങ്കുകൾ, ക്വിക്ക് ലിങ്ക്സ്, ഫീഡ്ബാക്ക് ഫോം, നിങ്ങൾക്ക് ലൈബ്രറിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക് ഫോമിലൂടെ എഴുതി അറിയിക്കാം. ലൈബ്രറിയുടെ ഒരു ഗാലറി, തുടർന്ന് ലൈബ്രറിയുടെ യൂട്യൂബ് ചാനൽ, ആർച്ച് ബിഷപ്പ് കാവുകാട് സെൻട്രൽ ലൈബ്രറി എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടൻസ് ആണ് നമുക്ക് അവിടെ ലഭ്യമാകുന്നത്. പ്രധാനപ്പെട്ട ലെക്ചറുകളും ട്യൂട്ടോറിയലുകളും വെബിനാർ റെക്കോർഡിങ്ങുകളും ഒക്കെ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ നമുക്ക് പോർട്ടലിൽ ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ പോർട്ടലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്ക് സെഷനിലൂടെ അറിയിക്കാം. അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇതിൽ വരുത്തുന്നതാണ്. ലൈബ്രറിയുടെ സേവനം ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നന്ദി.